തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി എറണാകുളം ജില്ലാ കളക്ടറേറ്റിന് മുമ്പിൽ സംഘടിക്കപ്പെട്ട പ്രതിഷേധ ധർണ സത്യദീപം മാസികയുടെ മുൻ ചീഫ് എഡിറ്റർ ഫാദർ പോൾ തേലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. നന്ദി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആരംഭിക്കുന്നത്. നമ്മുടെ നാട് വലിയൊരു വസന്തയെ നേരിടുന്നു എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. യൂറോപ്യൻ ജനത നേരിട്ട ഏറ്റവും വലിയ വസന്തയായിരുന്നു ബ്ലാക്ക് പ്ലേഗ് എന്ന് പറയുന്നത്. അത് യൂറോപ്യനതയുടെ 3/2 ഭാഗത്തെയാണ് ഇല്ലായ്മ ചെയ്തത്. വസന്ത എന്ന് പറഞ്ഞാൽ ശരീരത്തെ ബാധിക്കുന്ന പകർച്ചവ്യാധിയാകാം, മനസ്സിനെ ബാധിക്കുന്ന പാർശ്വവ്യാധിയുമാകാം. 2 തരം വസന്തകൾ എന്ന് കേരള സമൂഹത്തെ ബാധിക്കുന്നുണ്ട്. ഒന്നാമത്തെ വസന്ത ലഹരിയുടെ തന്നെ വസന്തയാണ്. കണക്കനുസരിച്ച് 625 ലക്ഷം ആളുകളാണ് ആൽക്കഹോളിന്, ചാരായത്തിന് ഇന്ത്യയിൽ അടിമയായി മാറിയിരിക്കുന്നത്. നിങ്ങളും ഞാനൊക്കെ ജീവിക്കുന്ന സമൂഹത്തിൽ ഒരു കുടുംബത്തിൽ നരകം ജനിക്കുന്നത് അതിലംഗം മദ്യപാനിയാകുമ്പോഴാണ്. അതിനേക്കാൾ ഭീകരമായ അവസ്ഥയാണ് കഞ്ചാവിന് അടിമയായി തീരുന്ന ആളുകളുടെ എണ്ണം. 625 ലക്ഷമാണെങ്കിൽ അതിൻ്റെ ഇരട്ടിത്തോളം ആളുകളാണ് ഇന്ത്യയിൽ കഞ്ചാവിന് അടിമയായി തീർന്നിട്ടുള്ളത്. ഇത് രണ്ടുമല്ലാത്ത മൂന്നാമത്തെ രാസലഹരിയാണ് MDMA എന്ന് പറയുന്നത്. അതൊരു മാരകമായ അപകടകരമായ ഒരു രാസവസ്തുവാണ്. അതിൻ്റെ 1 ഗ്രാമിന് കേരളത്തിൽ വില 40,000 രൂപയാണ്. അങ്ങനെയുള്ള ഈ MDMA എന്ന് പറയുന്ന ലഹരി സാധനം 2021 6 കിലോ ആണ് കേരളത്തിൽ പിടിക്കപ്പെട്ടത്. 2022 അതേപോലെ 5 കിലോയിലധികം MDMA പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ഭീകരമായി യുവാക്കളെയും ചെറുപ്പക്കാരെയും അപകടത്തിലാക്കുന്ന മയക്കുമരുന്ന് വ്യാപാരമാണ്, അതിൻ്റെ മാഫിയയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഇത് എന്തുകൊണ്ട് തടയാൻ കഴിയുന്നില്ല എന്നതാണ് ഗൗരവമായ പ്രശ്നം. തൃണമൂൽ കോൺഗ്രസ് പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇത് ജനങ്ങളെ അവബോധമുള്ളവരാക്കാനും ഇതിന്റെ അപകടം പരസ്പരം എല്ലാവരും മനസ്സിലാക്കി ജീവിക്കാനും അത് യുവതലമുറയിൽ നിന്ന് അകറ്റി നിർത്താനുമുള്ള പരിപാടികളാണ്, അതിന്റെ ചിന്താ പദ്ധതികളാണ് ആലോചിക്കേണ്ടതും കണ്ടെത്തേണ്ടതും. പ്രിയപ്പെട്ടവരെ, നമ്മൾ നേരിടുന്ന പ്രശ്നം ഈ പ്രായമായ തലമുറയുടെ പ്രശ്നമല്ല, മറിച്ച് വരാൻ പോകുന്ന യുവതലമുറയുടെ പ്രശ്നമാണ്. അവർ ബോധത്തോടുകൂടിയും ബുദ്ധിയോടുകൂടിയും ഓർമ്മയോടുകൂടിയും ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയണമെങ്കിൽ അവരുടെ മനസ്സും അവരുടെ ശരീരവും മയക്കുമരുന്നിൽ നിന്ന് മുക്തമാകേണ്ടത് അനിവാര്യമാണെന്ന് ഞാൻ ആരെയും പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. അത് വലിയൊരു അപകടമായി കാണാനുള്ള, ആപൽക്കരമായ അപകടമായി കാണാനുള്ള ബോധവും അതിൻ്റെ ഒരു അപകട ഭീതിയെക്കുറിച്ചുള്ള ചിന്തയും നമ്മുടെ സമൂഹത്തിൽ വളരാതിരുന്നാൽ ഇത് നശിപ്പിക്കാൻ പോകുന്നത് ഈ കേരള സമൂഹത്തെ തന്നെയാണ് എന്ന് തിരിച്ചറിയേണ്ട കാലമാണത്. അവിടെയാണ് പാർട്ടികളും രാഷ്ട്രീയ ചിന്തകരും പ്രവർത്തകരുമെല്ലാം ഈ കാര്യത്തിൽ ഒന്നിച്ചണിനിരക്കേണ്ടത് എന്ന് പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ വളരെയേറെ അപകടകരമായി വളരുന്ന മറ്റൊരു വലിയ ആപത്തും വിപത്തും. ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ ഹംസ പാറക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോർഡിനേറ്റർ ഡൊമിനിക് കാവുങ്കൽ, രതീഷ് ചക്രവാണി, KP മുഹമ്മദ്, മഹിളാ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ സോഫിയ ഷെരീഫ്, വനിതാ ജില്ലാ ചീഫ് കോർഡിനേറ്റർ ആശ തൃപ്പൂണിത്തുറ, വനിതാ ജില്ലാ കോർഡിനേറ്റർ CA വാഹിദ, ലത്തീഫ് പാലക്കൽ കളമശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു.